നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരിക്കൽ കൂടി മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ നീക്കങ്ങളും മറ്റും നടന്നു വരികയാണ്. പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ ഫലങ്ങളെല്ലാം വരുന്നതിന് തൊട്ട് മുൻപ് നമ്മളെല്ലാവരും കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം ഇരുന്നത്. ഏതെങ്കിലും ഒരു ദിവസം തോന്നി അദ്ദേഹം പുറപ്പെട്ടതല്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു. തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം സുരക്ഷ തന്നെയാണ്. അദ്ദേഹത്തിന് സുരക്ഷ നൽകുന്നത് SPG അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കമാൻഡോകളാണ്. ഇവരുടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രി എവിടെയും സഞ്ചരിക്കാറുള്ളത്. 6 തരത്തിലുള്ള സുരക്ഷകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. X, Y, Y+, Z, Z+, SPG. ഇതിൽ SPG സുരക്ഷ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർക്ക് മാത്രമാണ് നൽകുന്നത്. ഈ SPG കമാൻഡോകൾ പുലിക്കുട്ടികൾ തന്നെയാണ്. സുരക്ഷ ഒരുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അവർ കാണിക്കാറില്ല. അത്രമേൽ ശ്രദ്ധ അവർക്കുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ അവരുടെ ആ ശ്രദ്ധ അല്ലെങ്കിൽ ആ സൂക്ഷ്മത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ സാഹചര്യത്തിൽ എറണാകുളത്ത് റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പൂക്കൾ വാരി വിതറുന്നതിനിടെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തെറിച്ചു വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് TV-യിൽ പോലും അവ്യക്തമായി തോന്നിയ ആ കാഴ്ച പക്ഷേ ഒരു SPG ഉദ്യോഗസ്ഥൻ അതിനു മുൻപേ തന്നെ കണ്ടിരുന്നു. അദ്ദേഹം അത് വളരെ ലാഘവത്തോടെ തന്നെ ആ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് താഴെയിട്ടിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയെ നമ്മൾ നേരിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ടാകും. മികച്ച പരിശീലനവും അത്യാധുനിക ആയുധങ്ങളുമുള്ള ഈ വിഭാഗം രാജ്യത്തെ ഏറ്റവും മികച്ച സുരക്ഷാ സേന തന്നെയാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചുള്ള ആക്രമണത്തിനൊപ്പം VVIPകളെ സംരക്ഷിക്കുക എന്ന ദൗത്യം നിറവേറ്റാനുള്ള സന്നാഹങ്ങളെല്ലാം SPGയുടെ കൈവശമുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ പുറത്തു പറയാറില്ലെങ്കിലും SPG സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുക എത്രയെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. ഒരു ദിവസം മാത്രം 1.62 കോടി രൂപയാണ് SPG സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാകുന്നത്. കൂടാതെ SPG ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പള വിവരവും വെളിപ്പെടുത്തിയിരുന്നു. SPG ഉദ്യോഗസ്ഥന് ഒരു മാസം 84,236 രൂപ മുതൽ 2,39,457 രൂപ വരെ ലഭിക്കും. ഒരു SPG സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാർഷിക വരുമാനം 13.2 ലക്ഷം രൂപയാണെന്നും DNA റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഇവരുടെ പക്കലുള്ളത്. ജോലി സമയത്ത് 3 ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഇവർ ധരിക്കുന്നത്. കയ്യിൽ പ്രത്യേക ഗ്ലൗസും ധരിച്ചിട്ടുണ്ടാകും. പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകുമ്പോൾ കറുത്ത കോട്ടും സ്യൂട്ടും സൺഗ്ലാസും ഇവർ ധരിക്കുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഡ്യൂട്ടി സമയത്ത് ഇവരുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസങ്ങളും ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഇത് നമ്മൾ വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ പലവിധ വാർത്തകളിലൂടെയും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ടാകാം. FN P90 മെഷീൻ ഗൺ, FN ഹെർസ്റ്റൽ, F2000 റൈഫിൾ, Glock 70 ഓട്ടോമാറ്റിക് പിസ്റ്റൾ എന്നിവയാണ് SPGയുടെ ആയുധങ്ങൾ. SPG ജോലി ലഭിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏതെങ്കിലും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദം നിർബന്ധമാണ്. IPS, CRPF, CISF, IDBP എന്നീ സേനകളിലുള്ളവർക്കും SPGയുടെ ഭാഗമാകാം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും മുൻ പ്രധാനമന്ത്രിയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാനായി 1985-ലാണ് SPG രൂപീകരിച്ചത്. നിലവിൽ 3000 പേരാണ് ഈ സേനയുടെ ഭാഗമായിട്ടുള്ളത്. 1989-ൽ VP സിംഗ് അധികാരത്തിലെത്തിയതോടെ രാജീവ് ഗാന്ധിയുടെ സുരക്ഷ അന്ന് എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ 1991-ൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ SPG നിയമം ഭേദഗതി വരുത്തി മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 10 വർഷത്തേക്കെങ്കിലും സുരക്ഷ നൽകാനായിരുന്നു അന്ന് തീരുമാനിച്ചത്. 2003-ൽ SPG നിയമം വീണ്ടും ഭേദഗതി ചെയ്തിരുന്നു. ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് കാലാവധി തീരുമാനിക്കുക. വാജ്പേയിയുടെ കാലത്ത് മുൻ പ്രധാനമന്ത്രിമാരായ HD ദേവഗൌഡ, HK ഗുജ്റാൾ, PV നരസിംഹറാവു എന്നിവരുടെ സുരക്ഷ പിൻവലിച്ചിരുന്നു. നിലവിലെ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും സുരക്ഷ വേണ്ടെന്ന് വയ്ക്കാനും സാധിക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പെൺമക്കൾ SPG സുരക്ഷ ഇത്തരത്തിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്.